എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിദ്യ. ഇന്ന് നമുക്ക് കുറച്ച് ഹിസ്റ്ററി പഠിക്കാം. സ്കൂളിലൊക്കെ ഹിസ്റ്ററി പഠിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. ഒരുപാട് പേരും ഒരുപാട് കിങ്ഡും ഒരുപാട് ഇയേഴ്സൊക്കെ മെമ്മറൈസ് ചെയ്തിട്ട്. പക്ഷേ ഇന്നത്തെ ഹിസ്റ്ററി ക്ലാസ് ചാണക്യ എന്ന് പറഞ്ഞ ഒരു വലിയൊരു മഹാനായൊരു തിങ്കർ, അതായത് ചിന്തകനായ ആളുടെ ഒരു സ്റ്റോറിയാണ്. അപ്പം ചാണക്യ ചന്ദ്രഗുപ്ത മൗര്യ എന്ന് പറഞ്ഞൊരു രാജാവിൻ്റെ ഒരു അഡ്വൈസർ, മെൻറ്ററായിരുന്നു. ചാണക്യ അറൗണ്ട് 321 BC, അതായത് 2300 ചില്ലാൻ വർഷങ്ങൾക്ക് മുന്നേ ഒരു ബുക്ക് എഴുതി ഒരു ഗൈഡായിട്ട് നമുക്കെല്ലാവർക്കും തന്നിട്ടുണ്ട്. അതിൻ്റെ പേര് അർത്ഥശാസ്ത്ര എന്നായിരുന്നു. ചന്ദ്രഗുപ്ത മൗര്യ ഈ രാജാവ് ഈ ബുക്കായിരുന്നു ആ രാജ്യം ഭരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഗൈഡ്. അപ്പം ആ രാജ്യം നോക്കാനുള്ള പൊളിറ്റിക്സ്, ഇക്കോണമിക്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഫൈനാൻസസ് ഇതൊക്കെ ഈ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഈ ബുക്കിൽ തന്ന ഒരു 3 സ്റ്റെപ്പ് പ്രോസസ്സ് ഉണ്ട്. ചാണക്യയുടെ മണി മന്ത്ര എന്ന് പറഞ്ഞിട്ട് ചാണക്യ പറയുന്ന ബേസിക് ആയിട്ടുള്ള നമ്മുടെ വെൽത്ത്, നമ്മുടെ സമ്പത്ത് എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാമെന്നും എങ്ങനെ കൂട്ടാമെന്നും ഉള്ളൊരു കുറച്ച് കാര്യങ്ങൾ അതിന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ചാണക്യ പറഞ്ഞ ഏറ്റവും ആദ്യത്തെ കാര്യമാണ് വെൽത്ത്, അതായത് സമ്പത്ത് ഒരു ഡിസിപ്ലിൻ ഉള്ള ഒരാൾക്ക് വരുവുള്ളൂ. അല്ലാണ്ട് ലക്കും ഡെസ്റ്റിനിയും ഫെയ്റ്റ് അതൊക്കെ വിശ്വസിച്ച് ഇരിക്കുന്ന ആൾക്ക് ഒരിക്കലും റിച്ച് അല്ലെങ്കിൽ വെൽത്തി ആവാൻ പറ്റില്ല. ഇത് പറയാൻ കാരണം ചില ആൾക്കാർ വിചാരിക്കും, അയ്യോ അവൻ ഭയങ്കര ലക്കി, അവൻ്റെ അച്ഛൻ മുത്തശ്ശന്മാർക്കൊക്കെ ഒരുപാട് കാശുണ്ട്, ഒരു റിച്ച് ഫാമിലിയാണ്, ഞാൻ ലക്കി അല്ലല്ലോ, എൻ്റെ അച്ഛനും മുത്തശ്ശനും ഒന്നും അങ്ങനെ എനിക്കൊന്നും തന്നിട്ടില്ല എന്ന് വിചാരിക്കും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒന്നുമല്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പം റിച്ചാണോ പുവറാണോ നമ്മുടെ സ്റ്റാറ്റസ് ഡിസൈഡ് ചെയ്യുന്നത്. ചാണക്യ ഇത് പറയാനുള്ള ഏറ്റവും വലിയ കാരണമായിരുന്നു ഒരു രാജ്യത്തെ ഒരു ട്രഷറി അവരുടെ റവന്യൂ, അതായത് ഇൻകമിങ് കാശ് മാത്രം നോക്കാണ്ട് എക്സ്പെൻസസും നോക്കണം. നമ്മുടെ എക്സ്പെൻസസ് കൺട്രോൾ ചെയ്യണം. എന്നാൽ മാത്രമേ വെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ എന്നാണ് ചാണക്യ പറയുന്നത്. ഇതിന് പറയാനുള്ള ഏറ്റവും മെയിൻ റീസൺ, ഇന്നത്തെ കാലത്ത് ഒരുപാട് ആൾക്കാർ സാലറി വരണേക്കാളും മുന്നേ അടുത്ത സാലറി വരുമ്പോൾ നമുക്ക് ഇതൊക്കെ വാങ്ങിക്കണം എന്ന് പ്ലാൻ ചെയ്യും. ഇല്ലെങ്കിൽ ഇന്നിപ്പം നമ്മൾ EMIയിൽ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് അടുത്ത സാലറി വരുമ്പോൾ നമുക്ക് പേ ചെയ്യാം എന്നുള്ളൊരു മെൻറ്റാലിറ്റി വയ്ക്കും. അത് ചെയ്യാൻ പാടില്ല എന്നാണ് ചാണക്യ നമ്മളെ പഠിപ്പിക്കുന്നത്. 3 കാര്യങ്ങളാണ് ഇതിനു വേണ്ടി നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ളത്. ഏറ്റവും ആദ്യത്തെ, നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു ബഡ്ജറ്റ്, നമ്മുടെ എക്സ്പെൻസ് ബഡ്ജറ്റ് ഉണ്ടാക്കണം. അത് ഒരു മന്ത്ലി ബഡ്ജറ്റ് ആവാം, അതൊരു വീക്ക്ലി ബഡ്ജറ്റ് ആവാം, ഇല്ലെങ്കിൽ ബൈ വീക്ക്ലി 2 ആഴ്ചയ്ക്ക് വേണ്ടിയുള്ള ബഡ്ജറ്റ് ആവാം. പക്ഷേ നമ്മൾ ആ ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 രൂപ പോലും ആ ബഡ്ജറ്റിന് പുറത്ത് നമ്മൾ ചിലവാക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യമാണ്, നമ്മൾ ചിലവാക്കുന്ന ഓരോ രൂപ നമ്മൾ ട്രാക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ കാശ് ഇൻകമിങ് സാലറി അല്ലെങ്കിൽ ഇൻകമിങ് കാശ് മാത്രം നോക്കാണ്ട് നമ്മുടെ എക്സ്പെൻസസ് നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കണം. മൂന്നാമത്തെ കാര്യമാണ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മെൻറ്റാലിറ്റി വേണം. നമ്മൾ ഇപ്പം സാലറി വന്നു സ്പെൻഡ് ചെയ്യുക മാത്രമല്ല, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അർത്ഥശാസ്ത്രത്തിൽ 2300 ചില വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞ കാര്യം പോലും ഇന്നത്തെ ദിവസം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെസ്സേജാണ് അല്ലേ. നമുക്ക് എല്ലാവർക്കും ഇത് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പം ചാണക്യ പറഞ്ഞ ഈ മെസ്സേജ് എന്തായാലും എല്ലാവരും ചെയ്ത് നോക്കൂ.
രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പം നമ്മുടെ കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സാധനം വാങ്ങിക്കാനോ ഇല്ലെങ്കിൽ ഒരു മെറ്റീരിയലിസ്റ്റിക് കാര്യത്തിന് ഇൻവെസ്റ്റ് ചെയ്യാണ്ട് നമ്മൾ നോളജ് ഇല്ലെങ്കിൽ എക്സ്പീരിയൻസ് പിന്നെ നമ്മുടെ സ്കിൽസ് അതൊക്കെ കൂട്ടാൻ വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പം നമ്മൾ ഇനിയും പഠിക്കണം. നമ്മുടെ കോഴ്സ് കുറേ ഓൺലൈൻ കോഴ്സസ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കോഴ്സ് പഠിക്കാം, ലാംഗ്വേജസ് പഠിക്കാം, കുക്കിംഗ്, ബേക്കിംഗ് പഠിക്കാം. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് ഓൺലൈൻ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പം നമ്മുടെ സ്കിൽസൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പം ചാണക്യ പറയുന്നത് ഏറ്റവും ആദ്യം നമ്മൾ നമ്മളെ തന്നെ ബെറ്റർ ആക്കാൻ നോക്കണം, നമ്മളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അഗൈൻ ഇത്രയും വർഷം മുന്നേ കാര്യം ഇന്നും നമുക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പോയിൻ്റാണ്. ഇത് പറയാനുള്ള ഏറ്റവും വലിയ കാരണം ചില ആൾക്കാർ ക്വിക്കായിട്ട് റിച്ച് ആവാനുള്ള പോളിസീസ് നോക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നോക്കുമ്പം പെട്ടെന്നൊരു ഫണ്ട് ഡ്രോപ്പ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് ഒരു ഷെയർ ഡ്രോപ്പ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്നുള്ള മണിയൊക്കെ ഉള്ള കാശൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അത് ഭയങ്കര റിസ്കി കാര്യമാണ്. ബിക്കോസ് നമ്മൾ ആ സ്റ്റോക്കിനെ പറ്റി ഒന്നും സ്റ്റഡി ചെയ്യാണ്ട് അതിൻ്റെ ലാസ്റ്റ് 5 to 10 years ആ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കാണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിനേക്കാളും വലിയ റിസ്ക് ഇല്ല. ഇപ്പം നമുക്ക് അതറിയില്ലെങ്കിൽ ഒരുപാട് ഓൺലൈൻ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇതിനെപ്പറ്റി വീഡിയോസ് ഇടും, ഒരുപാട് അഡ്വൈസേഴ്സ് ഇതിനെപ്പറ്റി പറയും. അപ്പം നമ്മളെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യുക ആദ്യം, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. ചാണക്യ പറയുന്ന മൂന്നാമത്തെ കാര്യമാണ് ഒരാൾ ഒരിക്കലും വൺ സോഴ്സ് ഓഫ് റവന്യൂ, അതായത് ഒരു സോഴ്സ് ഓഫ് റവന്യൂ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കാൻ പാടില്ല എന്ന്. അതിൻ്റെ അർത്ഥം ഇപ്പം ഒരു രാജ്യമാകുമ്പം അവർക്ക് കാശ് വരുന്നത് ടാക്സസ് ആയിട്ടാവാം, അവർക്ക് വേറെ ഫാമേഴ്സ് കൃഷിക്കാർ നെല്ല് തന്നിട്ടായിരിക്കാം, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്രേഡ് ചെയ്തിട്ടായിരിക്കാം, പിന്നെ വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിട്ടായിരിക്കാം. അപ്പം അത് പറയാനുള്ള ഏറ്റവും മെയിൻ കാരണം ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് റവന്യൂ വരുന്ന ഒരു സോഴ്സ് നിന്ന് പോവുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ എഫക്റ്റ് ആവില്ല. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം കോവിഡൊക്കെ വന്ന സമയത്ത്, പാൻഡമിക് വന്ന സമയത്ത് ഒരുപാട് ആൾക്കാരുടെ ജോലി പോയി. അപ്പം ആ ജോലി മാത്രമുള്ള ആൾക്കാർക്ക് അവരുടെ ഫുൾ ഫാമിലി ആയിരിക്കും എഫക്റ്റ് ആയത്. പക്ഷേ സെയിം ടൈം ആ ജോലി മാത്രമല്ല, അവർക്ക് ചില ആൾക്കാർക്ക് വേറെ ഏതെങ്കിലും റെൻ്റൽ പ്രോപ്പർട്ടി ഉണ്ടാവാം, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാവാം, വേറെ എന്തെങ്കിലും ഓൺലൈൻ അവർ പഠിപ്പിക്കുന്ന കോഴ്സായിരിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് അത്രയും ആ ഒരു ഇമ്പാക്റ്റ് വന്നിട്ടുണ്ടാവില്ല. അപ്പം ചാണക്യ പറയുന്ന കാര്യം അത് ഇന്നത്തെ ലൈഫിൽ എല്ലാവർക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജാണ്. നമ്മളെപ്പോഴും നമുക്ക് ഇപ്പം ഒരു കോർപ്പറേറ്റ് ജോബാണ്, ഡേ ജോബ്, നമ്മൾ 9 to 5 ജോലി ചെയ്യുന്നത്, അത് മാത്രം ഫോക്കസ് ചെയ്ത് നമ്മുടെ വെൽത്ത് ഗ്രോ ആവും, ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് റിച്ച് ആവാൻ പറ്റും, ഇല്ലെങ്കിൽ സ്റ്റേബിലിറ്റി വരുമെന്ന് വിചാരിച്ചിരിക്കരുത്. ബിക്കോസ് നമുക്ക് ഇൻകം വരുന്നതിനനുസരിച്ച് തന്നെ എക്സ്പെൻസസും വരും. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ ഇൻകം, നമ്മുടെ സാലറി ഡൈവേഴ്സിഫൈ, അതായത് വേറെ വേറെ കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. ഈ ഒരു സമയത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം നമുക്ക് ഫ്രീലാൻസേഴ്സ് ആവാം, നമുക്ക് ഓൺലൈൻ എന്തെങ്കിലും കോഴ്സ് തുടങ്ങാം, കുക്കിങ്ങും ബേക്കിങ്ങും ഇഷ്ടമുള്ള ആൾക്കാർക്ക് വീട്ടിൽ നിന്ന് ഇരുന്ന് കുക്ക് ചെയ്ത് സെല് ചെയ്യാം. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ഹോബീസ് തന്നെ നമുക്ക് ഒരു സോഴ്സ് ഓഫ് ഇൻകം ആക്കാൻ പറ്റും. അപ്പം ഇതായിരുന്നു ചാണക്യ പറഞ്ഞ 3 മെസ്സേജസ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. Thank you. Bye-bye.